Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കൂടി ഉണ്ടായല്ലോ വരാനായിട്ട് രണ്ടുപേരും കൂടി ആയില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ പഠിച്ചു നിർത്തിയത് ഓർമ്മയുണ്ടോ? Problems of pharmacy service. ഫാർമസിയുടെ ലാസ്റ്റ് പോർഷൻ ആണ് അല്ലെ, ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് നമ്മൾ നിർത്തിവെച്ചത്. അതിനകത്ത് ഒരു കുഞ്ഞ് ടോപ്പിക് കൂടി ഉണ്ട് അല്ലെ, അതായത് ചീഫ് ഫാർമസിസ്റ്റിന്റെ റോള് എന്തൊക്കെയാണ് അദ്ദേഹം അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത്. ഹി ഓർ ഷീ മേ ബി ആണാകാം പെണ്ണാകാം. അപ്പൊ ചീഫ് ഫാർമസിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ റോളാണ് അവർ വഹിക്കേണ്ടത് എന്നുള്ള ഒരു ടോപ്പിക് കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ഫാർമസിസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും 6 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഒരു ഫാർമസിയില് ഫാർമസി സർവീസസിൽ അവർ ഫേസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു അത്? ഫാർമസി സർവീസസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാ? Proliferate outdated drugs, being post, destruction by insects and rats, expiry drugs, storage cost. ഷോർട്ടേജ് കോസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഒരു ഫാർമസി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ സോൾവ് ചെയ്യാം, അതിനെ കൺട്രോൾ ചെയ്യാം, അതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരാണ് അതിനുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു നിർത്തിയത്. ഇനി അതിന്റെ ലാസ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക് കൂടി ഉണ്ട്, റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ. ചീഫ് ഫാർമസിസ്റ്റിന്റെ പങ്ക് എന്താണ്, ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഫാർമസിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിന് അവർ വഹിക്കേണ്ട പങ്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ നോട്ട് ആ ഒരു ചെറിയ ഭാഗം മാത്രമായതുകൊണ്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ അല്ലേ നോട്ട്? ഇല്ലേ? നോട്ട് ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ആ നോട്ട് നോക്കിയാൽ മതി, നോക്കിയിരുന്നാൽ മതി. കാരണം അത് ഒരു ഇച്ചിരി ഭാഗമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ആ ഒരു ടോപ്പിക് കൂടി വീണ്ടും അപ്ലോഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നതാണ്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഫുൾഫില്ലിംഗ് ദ ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കമ്മിറ്റി അവിടെ രൂപീകരിച്ചു വെച്ചിട്ടുണ്ട്. ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിക്കുന്ന ഡിസിഷൻസ് ചർച്ച ചെയ്ത് തീരുമാനിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം അതിനകത്ത് ആരൊക്കെയാണ് അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരിക. നമ്മൾ പറഞ്ഞു മെമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ചെയർമാൻ ഉണ്ട്, പിന്നെ എന്താ പറയാ ഒരു സെക്രട്ടറി ഉണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരും ഉൾപ്പെടുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും HODs ഒക്കെ മെമ്പേഴ്സ് ആയിട്ട് വരുന്ന ഒരു ചീഫ് ഫാർമസിസ്റ്റ് എന്താ പറയാ മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്ന ഇത്രയും എല്ലാ അംഗങ്ങളും ചേരുന്ന ഒരു കമ്മിറ്റി അവർ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കമ്മിറ്റിയിൽ എന്തൊക്കെ ഡിസിഷൻസ് ആണോ എടുക്കുന്നത്, they have to fulfill that decisions. നമ്മൾ തീരുമാനങ്ങൾ എടുത്തു വെച്ചാൽ മാത്രം പോരാ അല്ലെ. ആ തീരുമാനങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു അത് ഫുൾഫിൽ ചെയ്യണം, അത് പ്രാവർത്തികമാക്കണം, അത് നിലവിൽ കൊണ്ടുവരണം. അപ്പൊ തെറാപ്യൂട്ടിക് കമ്മിറ്റി ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിലവിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് റോൾ അല്ലെങ്കിൽ ഫസ്റ്റ് പങ്ക്, ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റിന്റെ. അടുത്തത് ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. ഫാർമസിയിൽ നിന്ന് മരുന്നുകളും മരുന്ന് സംബന്ധമായിട്ടുള്ള മറ്റ് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഫാർമസിയിൽ നിന്ന് കൊടുക്കേണ്ട പലതരത്തിലുള്ള സേവനങ്ങളൊക്കെ ഉണ്ട്. ഇതും മരുന്നുകളും മറ്റ് ഡ്രഗ്സും ഒക്കെ തന്നെ എല്ലാ ഏരിയയിലേക്കും സെപ്പറേറ്റ് ഏരിയയിൽ, അതായത് ഔട്ട് പേഷ്യൻസിന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് കിടക്കുന്നവർക്ക് കൊടുക്കുന്നതോ അങ്ങനെ ഏതൊക്കെ ഏരിയയിലേക്കാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ളത് ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ തന്നെയാണ്. അപ്പൊ ഫുൾഫില്ലിംഗ് എന്താ പറയാ ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ തെറാപ്യൂട്ടിക് കമ്മിറ്റി. തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ റോളാണ്. രണ്ടാമത്തേത് ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്, കെമിക്കൽസ് എക്സെട്ര ടു സെപ്പറേറ്റ് ഏരിയാസ്, പല ഏരിയാസിലേക്കും അത് ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ളതും അവരുടെ റോളാണ്. പിന്നെന്താണ് മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്.
അതായത് അവിടെ ഫാർമസിയിൽ സ്വീകരിച്ചു വെച്ചിരിക്കുന്ന എന്താ പറയാ അവിടുത്തെ സ്റ്റോക്കുകൾ ഉണ്ടല്ലോ, മരുന്നുകൾ, ഡ്രഗ്സും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ആന്റിഡോട്സ്, അതായത് മറ്റ് ആവശ്യങ്ങൾക്കുള്ള മരുന്നുകളോ അല്ലെങ്കിൽ എന്താ പറയാ അനസ്തേഷ്യ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെയൊക്കെ സ്റ്റോക്ക് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു EOQ പോലെയുള്ള, അതായത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, സ്റ്റോക്ക് ലെവല് താഴേക്ക് പോകാതെ ഡേഞ്ചർ ലെവലിലേക്ക് പോകാതെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഇവർക്കുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ നിരന്തരം പ്രവർത്തിക്കുന്ന പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഡേ ടു ഡേ ഡെയിലി അവർക്ക് വേണ്ടി വരുന്ന ആവശ്യം വരുന്ന മെഡിസിൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ എപ്പോഴും അവർ കൊണ്ടുവന്ന് അതിന്റെ എന്താ പറയാ ഡേഞ്ചർ ലെവലിലേക്ക് ആ സ്റ്റോക്ക് പോകാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, പെട്ടെന്ന് ചിലപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചു, അവർ വിചാരിച്ചു അത് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, പക്ഷെ ആ ക്വാണ്ടിറ്റി എത്രയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വീക്കിലൊക്കെ അവർക്ക് കൺസ്യൂം ചെയ്യേണ്ടി വരുന്നത്, അതിന്റെ ആ ഒരു ലെവലൊക്കെ നോക്കി, അത് മാത്രം നോക്കിയാൽ പോരാ, ബാക്കി അതിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം അവരത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതും ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളാണ്, ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്, ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്, അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ്, അത് മരുന്ന് പോലെയുള്ള മരുന്നുകൾ മയക്കുന്നതിന് വേണ്ടി അനസ്തേഷ്യസ് ഒക്കെ നടത്തുമ്പോൾ കൊടുക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അതൊക്കെ എത്ര കൊടുക്കുന്നു, അത് കൊടുക്കുകയും അതുപോലെ തന്നെ അതൊക്കെ കൃത്യമായിട്ട് അതിന് കണക്ക് സൂക്ഷിക്കുകയും വേണം. എത്ര അളവിൽ കൊടുത്തു, ഇനി അത് എത്ര ബാക്കിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന് കണക്ക് വേണം. കാരണം അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. സോ ദേ ഹാവ് ടു ബി ഹാൻഡിൽഡ് വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയാലൊക്കെ അത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ എപ്പോഴും തന്നെ അക്കൗണ്ട് ചെയ്ത്, അതായത് അതിന്റെ കണക്കിലൊക്കെ പെടുത്തി സൂക്ഷിക്കേണ്ടതും ഇവർ തന്നെയാണ്. പിന്നെ എന്താണ്, ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ്, അതായത് അവിടെ ഉപയോഗിക്കുന്ന പല ദ്രവ രൂപത്തിലുള്ള ഒരുപാട് ഫ്ലൂയിഡുകൾ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഡിസ്പെൻസ് ചെയ്യുക. എന്ന് വെച്ചാൽ കൊടുക്കുന്നതിന് പ്രത്യേകം രീതിയിൽ തന്നെ കൊടുക്കുക. എങ്ങനെയൊക്കെയാണ് അത് ആളുകൾക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൃത്യമായ രീതിയിൽ അത് എന്താ പറയാ കൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്യുകയും ചെയ്യുക. ഈ മെഡിസിൻസ് നമ്മളുടെ ടാബ്ലറ്റ് പോലെയുള്ളതോ ക്യാപ്സ്യൂൾ പോലെയുള്ളതോ ഉള്ള മെഡിസിൻസ് ഒക്കെ വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഈ ഫ്ലൂയിഡുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതൊക്കെ തമ്മിൽ ക്ലാഷ് ആകാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ഡെസിഗ്നേഷൻ സ്പേസുകൾ ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുക, ഫ്ലൂയിഡ്സിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എന്താണ്, സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഡ്രഗ്സിന്റെ ഒക്കെ ആ ഒരു സ്ക്രൂട്ടിനൈസേഷൻ, അതായത് അതൊക്കെ ഒന്ന് നോക്കുക, അത് വിലയിരുത്തുക, കാണുക, എത്രയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര യൂണിറ്റുകൾ ഉപയോഗിച്ചു, ഇനി എത്ര ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓരോ ഡ്രഗ്സും നമ്മൾ ഉപയോഗം കഴിയുമ്പോൾ അത് സ്ക്രൂട്ടിനൈസ് ചെയ്യുക. അതുപോലെ ഡ്രഗ്സിന്റെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ആ ക്വാളിറ്റി ഒക്കെ അതേ രീതിയിൽ തന്നെയാണ് എന്നുള്ളത് സ്ക്രൂട്ടിനൈസേഷനിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് സ്ക്രൂട്ടിനൈസ് ദ ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. ആളുകൾക്ക് മരുന്നുകളൊക്കെ കൊടുത്തു വിടുമ്പോൾ ആ കൊടുക്കുന്ന മരുന്നുകളൊക്കെ കൃത്യമായ അളവിലും എന്താ പറയാ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുമാണ് കൊടുക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ പേഷ്യൻസിന് അതിൻ്റെതായ എന്താ പറയാ വേരിയേഷൻ അവരുടെ അസുഖത്തിലോ മറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണ്ടേ. വെറുതെ മരുന്ന് കൊടുത്താൽ പോരല്ലോ, ആ മരുന്നിന്റെ റിസൾട്ട് കൂടി അറിയണം അല്ലെ. അപ്പൊ ഇതൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്യേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് തന്നെയാണ്. എങ്ങനെയുണ്ട് ആ മരുന്നുകൾ, ഇനി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇന്ന മെഡിസിൻ ഉപയോഗിച്ചതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടായി, അപ്പൊ അത് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോട്ടഡ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെ ഈ സ്ക്രൂട്ടിനൈസേഷന്റെ ഭാഗമാണ്. അപ്പൊ ഡ്രഗ്സ് അറ്റ് എവറി പോയിന്റ്സ് ഓഫ് യൂസ്, ഓരോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഡ്രഗ്സിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് നിൽക്കേണ്ടതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ഇൻഡൻസ്, ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. പുതിയ മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ഇൻഡന്റ് വെക്കുക, അത് എന്നിട്ട് എന്താ പറയാ അതിന് ഇഷ്യൂ ചെയ്യുക, ഇന്റന്റ് തയ്യാറാക്കി എത്ര എണ്ണമൊക്കെ വേണം, ഓരോ മെഡിസിൻസും എത്ര എണ്ണമൊക്കെ വേണം എന്നുള്ളതിന്റെ ആ ഒരു ചാർട്ട് തയ്യാറാക്കുക, അതായത് ഇന്റന്റ് എന്ന് വിളിക്കാം. അപ്പൊ അതിനുശേഷം അത് ഇഷ്യൂ ചെയ്യുക, പിന്നെ അതൊക്കെ റിസീവ് ചെയ്യുക. ആ സാധാരണ മരുന്നുകൾ വന്നു കഴിയുമ്പോൾ അത് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്കറിയാം എങ്ങനെയാണ് അത് ചെക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടത്. വീണ്ടും അത് ഫാർമസിയിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് അവരതിന്റെ ക്വാണ്ടിറ്റി, എല്ലാ കാര്യങ്ങളും, ഡേറ്റ്,
പിന്നെ എത്ര പറയാ എത്ര യൂണിറ്റ്സ് വീതം ഓരോന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് ആണോ എന്നൊക്കെ മാച്ച് ക്രോസ് ചെക്ക് ചെയ്ത് വേണം നമ്മൾ അവിടെ ഫാർമസിയിൽ സൂക്ഷിക്കാനായിട്ട്. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെ, ഇന്റന്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അത് ഇഷ്യൂ ചെയ്യേണ്ടതും, അതിന്റെ റെസിപ്റ്റ് അതായത് വന്ന മരുന്നുകളൊക്കെ തന്നെ വാങ്ങിച്ച് സൂക്ഷിക്കേണ്ടതൊക്കെ ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ്, സ്റ്റോക്ക് കൺട്രോൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ മീൻസ് സ്റ്റോക്ക് കൺട്രോൾ, അതായത് അവരുടെ ഫാർമസിയിലുള്ള മെഡിസിൻസ് ഒക്കെ കൺട്രോൾഡ് ലെവലിൽ തന്നെ അതിന്റെ സ്റ്റോക്ക് കൊണ്ടുപോകുക. ടു മച്ച് ഓഫ് സ്റ്റോക്കിങ്ങും പ്രശ്നമാണ്, ടു ലോ ഓഫ് സ്റ്റോക്കിങ്ങും പ്രശ്നമാണ് അല്ലെ. ഭയങ്കരമായിട്ട് കുറെ യൂണിറ്റ് കൊള്ളുന്ന ഏതെങ്കിലും മെഡിസിൻസ് ഇങ്ങനെ കുറെ ഓവർ സ്റ്റോക്കിങ് കൊണ്ടു വെച്ചാൽ പ്രശ്നമായിരിക്കും. അത് സ്റ്റോറേജിന്റെ പ്രശ്നം ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അത് ഡേറ്റ് എക്സ്പയർഡ് ആകാനോ സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവെന്ററി എപ്പോഴും കൺട്രോൾ ചെയ്ത് പോകും. അതുപോലെ തന്നെ ടു ലോയിന് പോകാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഡേഞ്ചർ ലെവലിന്റെ താഴേക്ക് പോകാനും പാടില്ല. ടു ലോ ആയി കഴിഞ്ഞാൽ ആളുകൾ ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ അത് ഇല്ല എന്ന് പറയേണ്ടി വരും. മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്, അവിടുത്തെ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ അക്കൗണ്ടുകൾ, അതിന്റെ റെക്കോർഡുകൾ ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോർസ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഓരോ മരുന്നുകൾക്കും അതിന്റെ പ്രത്യേക അക്കൗണ്ടുകൾ തയ്യാറാക്കുക, അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ, നമ്മളുടെ അവിടെ ചിലപ്പോൾ നമുക്കറിയാം മരുന്നുകളൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് പവർ സപ്ലൈ എപ്പോഴും വേണ്ട ഒരു രീതിയായിരിക്കും. ഇപ്പൊ നമ്മള് നാർക്കോട്ടിക് ഡ്രഗ്സ് മറ്റു കാര്യങ്ങളൊക്കെ, പിന്നെ എന്താ പറയാ റെഫ്രിജറേഷൻ ഫ്രീസിംഗിലൂടെ സൂക്ഷിക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു പവർ സപ്ലൈ എപ്പോഴും റെഗുലർ ആയിട്ട് വേണം. ദർ മേ ബി സം പവർ സപ്ലൈ, അവിടെ എന്തെങ്കിലും രീതിയിൽ കറക്റ്റ് ഇലക്ട്രിസിറ്റി ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് വേ അവിടെ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഇൻവെർട്ടർ പോലെയുള്ള കാര്യങ്ങളോ ജനറേറ്ററോ ഒക്കെ ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കണം. കാരണം ആ ഒരു പവർ ഫെയിലിയർ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഡ്രഗ്സ് ഒക്കെ ചിലപ്പോൾ മോശമാകാനായിട്ട് സാധ്യതയുണ്ട്. സോ ഒരു ഓൾട്ടർനേറ്റീവ് വേ ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ എപ്പോഴും ഹോസ്പിറ്റൽസിൽ പ്രത്യേകിച്ച് ഫാർമസിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താണ്, സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരുന്നുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വില നോക്കുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക. ക്വാളിറ്റി കൺട്രോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മരുന്നിന്റെ കാര്യത്തിൽ. കാരണം അവിടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ക്വാളിറ്റി താഴെ പോയി കഴിഞ്ഞാൽ ഇറ്റ് മേ ബ്രിങ് സം സൈഡ് ഇഫക്ട്സ് ടു ദ പേഷ്യൻസ്. അതല്ല, കഴിക്കുന്നവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് മെയിൻ ഒരു കാര്യമാണ് മെഡിസിൻസിന്റെ കാര്യത്തിൽ. അപ്പൊ അത് കൺട്രോൾ ചെയ്ത് പോകുക. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്, അവിടെ വന്നിരിക്കുന്ന മരുന്നുകൾ കൊടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ഡിസ്പെൻസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ അത് എന്താ പറയാ ടെസ്റ്റ് ചെയ്യുന്നവര്, അതിന് ഒരുപാട് 4 ലാസ്റ്റ് ലെവലിൽ, അതായത് ബോട്ടം ലെവലിലുള്ള ഫാർമസിസ്റ്റുകളില്ലേ, അവർക്ക് വേണ്ട ഇടയ്ക്കിടയ്ക്ക് വേണ്ട ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളും ഒക്കെ കൊടുക്കുക. ട്രെയിനിങ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. കാരണം പുതിയ പുതിയ മരുന്നുകൾ വിപണിയിൽ വരുമ്പോൾ അതിനെ പരിചയപ്പെടുത്തണം, അതിന്റെ കാര്യങ്ങളൊക്കെ, അതിന്റെ സോഴ്സും അതെവിടെ നിന്നാണ് കൊണ്ടുവന്നത്, അതെന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഫാർമസിസ്റ്റുകൾ അറിഞ്ഞിരിക്കണം. കാരണം ഫാർമസിസ്റ്റുകളോടായിരിക്കും പേഷ്യൻസ് എന്താ പറയാ മരുന്നുകളെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. അപ്പൊ ചീഫ് ഫാർമസിസ്റ്റിനെ പോയി കാണൂ, ഞങ്ങൾക്കറിയില്ല, അത് ഇവിടെ മരുന്ന് വന്നു ചേർന്ന് തന്നെ മാത്രമേ ഞങ്ങൾ ജോലിയുള്ളൂ പറയാൻ പാടില്ല അല്ലെ, ഒരിക്കലും പാടില്ല. അവര് വേണ്ട എന്താ പറയാ എക്സ്പ്ലനേഷൻസ്, അവരുടെ ക്വസ്റ്റ്യൻസിന് ടെക്നിക്കൽ ആൻസർ കൊടുക്കണം അല്ലെ, പെട്ടെന്ന് ആൻസർ കൊടുക്കണം. അവർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, ക്ലാരിഫിക്കേഷൻസ് കൊടുക്കേണ്ടി വരും മരുന്നുകളെ സംബന്ധിച്ചത്, അതിന്റെ സോഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ അപ്പൊ അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും ഒക്കെ ഫാർമസിസ്റ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. പീരിയോഡിക് യൂട്ടിലൈസേഷൻ ഓഫ് റിപ്പോർട്ട് ഫോർ ഫാർമസി, ഈ ഫാർമസിയിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളില്ലേ, അത് പീരിയോഡിക്കലായിട്ട് അത് ഉപയോഗിക്കാം. ഓരോ സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ നോക്കുക, ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി അതനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തണോ എല്ലാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. ഇതെല്ലാം ചെയ്യുന്നത് ചീഫ് ഫാർമസിസ്റ്റ് തന്നെയായിരിക്കണം. പിന്നെ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ, പേഷ്യന്റ് എഡ്യൂക്കേഷൻ. ആഫ്റ്റർ ഓൾ ഇവര് ഫാർമസിസ്റ്റുകളിൽ നിന്നും കിട്ടുന്ന അറിവുകള് പേഷ്യൻസ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടികൾ, ഇപ്പൊ അതിനേക്കാൾ ഉപരി വേറെ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് എന്താ പറയാ അതിന് പ്രത്യേകം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. പേഷ്യന്റ് എഡ്യൂക്കേഷൻ, അപ്പൊ പേഷ്യൻസിന് വേണ്ട രീതിയിലുള്ള അറിവുകൾ വരുന്ന പേഷ്യൻസിനൊക്കെ ഒരു ക്ലാസ് കൊടുത്തിട്ട് വിടാനല്ല, എല്ലാവർക്കും ക്ലാസ് ഒന്നും കൊടുക്കണ്ട. അത് ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഫാർമസിസ്റ്റുകൾ കൊടുക്കുന്നതിനേക്കാളും ഉപരി കുറച്ചുകൂടി ആഴത്തിൽ അറിയണമെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവർക്ക് ആ ഒരു അറിവ് പകർന്നു കൊടുക്കേണ്ടതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ ദീസ് ആർ ദ റോൾസ് ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളുകളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ.
എന്തൊക്കെയാണ്? ഫുൾഫില്ലിംഗ് ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഫുൾഫിൽ ചെയ്യുക. 2 ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്, എല്ലാ ഏരിയയിലേക്കും വേണ്ട മരുന്നുകൾ, കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക്, എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്സ്, അവിടെ വന്നിരിക്കുന്ന മരുന്നുകളുടെ സ്റ്റോക്കുകളും എന്താ പറയാ ആന്റിഡോട്സ് ആയിക്കോട്ടെ എമർജൻസി ഡ്രഗ്സ് ആയിക്കോട്ടെ എല്ലാം തന്നെ അതിന്റെ സ്റ്റോക്ക് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുക, അത് വാങ്ങിച്ചു വെക്കുക. ഡിസ്പെൻസിങ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്, നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ കൊടുക്കുക, വിതരണം ചെയ്യുക, കൊടുത്തു വിടുക. മാത്രമല്ല അതിന്റെ കാര്യങ്ങൾ കണക്കുകളൊക്കെ എഴുതി സൂക്ഷിക്കുക, എത്ര കൊടുത്തു, എത്രയുണ്ടായിരുന്നു, ഇനി എത്ര ബാക്കിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ്, പലതരം ഫ്ലൂയിഡ്സിന് പല സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യുക കൃത്യമായിട്ട്. അതിനൊക്കെ സ്ഥലങ്ങൾ, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, അതൊക്കെ എവിടെ സൂക്ഷിക്കണം എന്ന് ചീഫ് ഫാർമസിസ്റ്റ് അറിഞ്ഞിരിക്കണം. അവരാണ് മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണ്ടേ, ഇന്ന സ്ഥലത്ത് സൂക്ഷിക്കൂ, ഇന്ന സ്ഥലത്ത് സൂക്ഷിക്കൂ എന്നുള്ളത്. എല്ലാം കൂടി കൊണ്ടു കൂട്ടിക്കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ് എന്നുള്ള കാര്യം മറക്കണ്ട. പിന്നെ സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്, ഓരോ പോയിന്റിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലും അതിന്റെ ക്വാളിറ്റി മരുന്ന് കൊടുത്തിട്ട് പേഷ്യൻസിന് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പേഷ്യൻസിനോട് ചോദിച്ച് അവരുടെ റിവ്യൂ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിപ്പോ ചിലപ്പോ ഡോക്ടേഴ്സ് വഴിയായിട്ടോ നഴ്സുമാർ വഴിയായിട്ടോ ഫാർമസിയിൽ വഴിയായിട്ടോ ആ ഒരു ഇൻഫർമേഷൻസ് അവർക്ക് കളക്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെൻസ് ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ, പുതിയ മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡന്റ് തയ്യാറാക്കുക, അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, അത് ഇഷ്യൂ ചെയ്യുക, അതിന്റെ സാധനങ്ങൾ വരുമ്പോൾ അത് റിസീവ് ചെയ്ത വൗച്ചറോടൊപ്പം റിസീവ് ചെയ്ത് വെക്കാം. ഇൻവെന്ററി കൺട്രോൾ, ക്വാളിറ്റി സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക, സ്റ്റോക്ക് വളരെയധികം കൂടുതൽ ഓവർ സ്റ്റോക്കിങ്ങിലേക്ക് പോകാതെയും എന്നാൽ എന്താ പറയാ ഡേഞ്ചർ ലെവലിന് താഴെ പോകാതെയും ഒക്കെ വരുന്ന രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകുക. മെയിൻ്റനൻസ് ഓഫ് സ്റ്റോഴ്സ്, ലെഡ്ജർ ആൻഡ് റെക്കോർഡ്സ്, പലതരത്തിലുള്ള റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ലെഡ്ജർ അക്കൗണ്ടുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട് ഫാർമസിയിൽ, അതൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ പ്രൊവിഷൻ ഫോർ ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ, നമ്മൾ പറഞ്ഞു സാധാരണ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വരുന്ന സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്, എന്നാൽ അതിൽ ഇടയ്ക്ക് എന്തെങ്കിലും പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ അഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദ മെഡിസിൻസ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫാർമസി. അല്ലെ, ഫാർമസിയിൽ സൂക്ഷിക്കുന്ന മരുന്നുകളുടെ ക്വാളിറ്റിയിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് പവർ ഫെയിലിയർ വന്നാൽ. സോ ദേ ഹാവ് ടു go for an alternative power supply. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഒരു ഓൾട്ടർനേറ്റീവ് പവർ സപ്ലൈ എന്തായാലും ഉണ്ടാക്കിയിരിക്കണം. എന്താ പറയാ നമ്മളുടെ ഇൻവെർട്ടറോ അല്ലെങ്കിൽ അതുപോലെ എന്താ പറയാ ജനറേറ്ററോ ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ടാവുമല്ലോ ജനറേറ്റർ ഒക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, മെഡിസിൻസിന്റെ ക്വാളിറ്റി കൺട്രോളും അത് വിലയിരുത്തലും അത് നോക്കലും ഒക്കെ സ്ക്രൂട്ടിനൈസേഷൻ ചെയ്യുന്നതൊക്കെ ഇവരുടെ ജോലിയാണ്. പിന്നെ ട്രെയിനിങ്, ഫാർമസിസ്റ്റുകളെ ടീച്ച് ചെയ്യുക, ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ഡ്യൂട്ടി. പീരിയോഡിക് യൂട്ടിലൈസേഷൻ ഓഫ് റിപ്പോർട്ട്, അതായത് അവിടുത്തെ റിപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഫാർമസിയിലെ റിപ്പോർട്ടുകളൊക്കെ വായിച്ചു നോക്കുക, അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ടാണോ, അതിനനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റു കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാം. പേഷ്യന്റിന് വേണ്ടത്ര രീതിയിലുള്ള ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് വിളിച്ചിട്ട് എല്ലാവർക്കും ക്ലാസ് കൊടുക്കാനല്ല, അവർക്ക് വേണ്ട സംശയങ്ങൾക്ക് മറുപടിയോ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ദീസ് ആർ ദ റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് ഇൻ എ ഫാർമസി. ഫാർമസിയിലെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളുകളാണ് നമ്മളിപ്പോ പറഞ്ഞതെല്ലാം. ക്ലിയർ ആണോ? 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞു, പോയിന്റുകളൊക്കെ ഓരോന്നും 3-4 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ, ഇംഗ്ലീഷും മലയാളമൊക്കെ. ക്ലിയർ ആണോ? അശ്വിനി എന്റെ പറഞ്ഞ ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ, അത്രയേ ഉള്ളൂ. നമ്മള് 2 ചാപ്റ്ററേ ആകെ എടുത്തിട്ടുള്ളൂ. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? അറിയാമോ? ഞാൻ എടുത്ത ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ഡിപ്പാർട്ട്മെന്റ്സ്, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററും ഇപ്പൊ നമ്മൾ രണ്ടാമത് എടുത്തത് ഫാർമസി. ക്ലാഷ് ആകരുത്, അല്ലെങ്കിൽ അതെന്താണെന്നറിയോ ഇങ്ങനെ എടുത്ത് പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ റിവിഷൻ ടൈമിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഓരോ ടീച്ചേഴ്സിന് വേണ്ടി ഓരോ നോട്ട് നിങ്ങൾ തയ്യാറാക്കി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ആ ഓരോ ചാപ്റ്റേഴ്സ് അവർ തീരുമ്പോ ആ തീരുന്ന ചാപ്റ്റേഴ്സിന്റെ ഒക്കെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാറുണ്ട്, ഇല്ലേ? തന്നില്ലേ? തരാറുണ്ടോ? അപ്പൊ എല്ലാവരും തരുന്നുണ്ട്. അപ്പൊ ഞാനും തരുന്നുണ്ട്. മറ്റു ടീച്ചേഴ്സ് അവരെടുക്കുന്ന ചാപ്റ്റേഴ്സിന്റെ എൻഡിങ്ങില് ചാപ്റ്റർ തീരുമ്പോ ആദ്യമൊക്കെ അങ്ങനെ ഓരോ കുറച്ച് ക്ലാസ് കഴിയുമ്പോ തന്നെ കൊടുക്കുമായിരുന്നു. പക്ഷെ അത്
എന്താ പറയാ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല, ഒരുപാട് സമയം പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ക്ലാസ് ആ ഒരു ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ നമ്മൾ ആ ചാപ്റ്ററിന്റെ മൊത്തം ഒരു നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കുറച്ച് തരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തരുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ടൊക്കെ അടുത്ത ദിവസം വരുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത് ഡിക്റ്റേറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ആൻസേഴ്സ് നിങ്ങൾ എഴുതിയതും അത് തന്നെയാണോ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി നമുക്ക് ക്ലാസ്സിൽ വായിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു നോട്ട് തയ്യാറാക്കി വെക്കണം. ഇനിയും ആരെങ്കിലും അങ്ങനെ നോട്ട് തയ്യാറാക്കാത്തതുണ്ടെങ്കിൽ അതിനൂടി വേണ്ടിയിട്ട് ഈ പറയുന്നത് ചിലർ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മളുടെ ലൈവിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇരിക്കുന്നുള്ളൂ. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ നോട്ട് ഓരോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അത് അവരുടെ പേര് എഴുതി, ടീച്ചർമാരുടെ പേര് എഴുതിയാൽ മതി. എന്റെ പേര് നിഷ എന്നാണ് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ. അപ്പൊ ടീച്ചറിന്റെ പേര് എഴുതി ഒരു നോട്ട് നിങ്ങൾ കീപ്പ് ചെയ്താൽ നമ്മൾ ആ ചാപ്റ്റർ എടുത്ത് തീർക്കുമ്പോൾ ആ ചാപ്റ്ററിന്റെ എൻഡിങ്ങിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത് ചെയ്യുന്നു കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരും. അത് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കുക. പിന്നീട് ലാസ്റ്റ് നിങ്ങൾക്ക് അതെടുത്ത് റെഫർ ചെയ്യാനും അപ്പൊ നിങ്ങൾക്ക് എളുപ്പം എന്താ പറയാ നോട്ട് മുഴുവനും ലാസ്റ്റ് ചിലപ്പോൾ ഏറ്റവും അവസാനം പരീക്ഷയുടെ സമയത്തൊക്കെ വായിച്ചു നോക്കാൻ ചിലപ്പോൾ ഫുൾ എത്തിക്കാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും അല്ല, ചിലർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ കുറെ പേരൊക്കെ തന്നെ പല രീതിയിലും പല കാര്യങ്ങളും എൻഗേജ്ഡ് ആണ്. സോ ആ നേരം നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് നോക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈസിൽ ഓരോ ക്വസ്റ്റ്യൻസ് ടീച്ചർമാർ തന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ സുഖം. LKG പിള്ളേർ പഠിക്കുന്നത് പോലെ നമ്മൾ 1 വേർഡ് ഡാഷ് ആൻസർ പറയൂലേ, അപ്പൊ അതുപോലെ എഴുതി തന്നിട്ടല്ലേ. അത് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇവിടെ വരുള്ളൂ, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പം പറ്റും. അതിനുവേണ്ടി വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളെ ടീച്ചർമാരുടെ പേരിൽ ഒരു നോട്ട് കീപ്പ് ചെയ്യുക. വീണ്ടും എടുത്ത് പറയുന്ന കാര്യമാണ്. കാരണം അവസാനം ലാസ്റ്റ് വരുമ്പോ അയ്യോ എവിടേക്കാണോ അത് വേണ്ട. ഒരു 4 ടീച്ചർമാരുടെ ക്ലാസ് എടുക്കാൻ 5 പേരെ വരുന്നുണ്ടെങ്കിൽ അവരെ ഓരോരുത്തരുടെ പേരിലോട്ട് നോട്ട് കീപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് അത് പോകാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നു കഴിഞ്ഞതാണ്. ഇനിയിപ്പൊ ഇനി തരുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മളിന്ന് ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാൻ പോവാണ്. അടുത്ത ദിവസം നിങ്ങളുടെ ആൻസറുമായിട്ട് കേരളോട്ട ക്ലാസ്സിലേക്ക് വരുമ്പോ കേട്ടോ. അപർണശ്വരി കേട്ടോ. അപ്പൊ വേഗം കൂടെ എഴുതിക്കോ. വേഗം ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. ക്വസ്റ്റ്യൻസ് വേഗം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ പറ്റുമെങ്കിൽ ഒന്ന് തുടങ്ങണം. അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി ഞാൻ നിർത്തും. അടുത്ത ചാപ്റ്ററിന്റെ കുറച്ച് ഒരു പേജെങ്കിലും തുടങ്ങി വെക്കണം. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് എഴുതിയാൽ മതി. ഫാർമസി. ചാപ്റ്ററിന്റെ നമ്പർ എന്നല്ല പ്രാധാന്യം, എന്റെ പേരാണ് ഫാർമസി. എന്റെ പേര് അവിടെ നോട്ടിന്റെ മുകളിൽ എഴുതി വെച്ചോ. അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എല്ലാം കൂടി എഴുതാൻ നടക്കില്ല കേട്ടോ. അതിനാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. ആ ടീച്ചേഴ്സിന്റെ പേര് എഴുതി ഒരു നോട്ട് ബുക്ക്. നിഷ മിസ് അല്ലെങ്കിൽ നിഷ ടീച്ചർ, രമ്യ ടീച്ചർ, അശ്വതി ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടീച്ചേഴ്സിന്റെ പേര് എഴുതി നോട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾക്ക്. അപ്പൊ അവരെടുക്കുമ്പോ അവരുടെ ചാപ്റ്റേഴ്സ് ഏതാണെന്ന് ആ നോട്ടിലൊന്ന് അവരെടുത്ത് പോകുന്ന ചാപ്റ്റർ ഒന്ന് നോട്ട് കൂടി ചെയ്ത് വെക്കാം. ഇനി ഞങ്ങളെങ്ങാനും ഓർക്കാതെ ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പോയാലും നിങ്ങൾ അറിയോ? അറിയാതിരിക്കൂലേ? അതുകൊണ്ട് അങ്ങനെ കൂടി. അപ്പൊ എനിക്ക് ലാസ്റ്റ് ചോദിക്കാം, ഞാനിപ്പോ എത്ര ചാപ്റ്റർ എടുത്തു, ഏതൊക്കെ. ഇപ്പൊ കുറെ ഇങ്ങനെ ബാച്ചസ് ഉള്ളതുകൊണ്ടില്ലേ അവർക്ക് ചിലപ്പോ പോകും, ഇതിലേ പോകും. നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഇങ്ങനെ പോകില്ലേ, അപ്പൊ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ വേഗം നമുക്ക് ഇന്നത്തെ നോട്ട് ചെയ്താം. Okay, sorry. Dash is defined. Dash is defined. Dash is defined as the department of hospital. Dash is defined as the department of hospital. Department of hospital which handles
Procurement, 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 comma, storage, procurement, storage, dispensing, testing, and distribution of drugs. Next one. And the question. Provisioning. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ, മൂന്നാമത്തെ. Provisioning, purchasing, receiving, inspection, quality test, etc. are the functions of dash. Are the functions of dash. Next question. And the question is hospital pharmacy keeps relation between medical nursing and dash. அடுத்த question. Which of the following is not an infrastructure which of the following is not an infrastructure in hospital pharmacy? Hospital pharmacy the infrastructure പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. അങ്ങനെ വരുമ്പോ ഓപ്ഷൻസ് വേണ്ടി വരും. ഒന്നാമത്തെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. Research wing. Option A, research wing. Option B, library. Option B, library. Option C, X-ray machine. Option C, X-ray machine. And option D, office of the chief. Another question. Dash act as counseling departments. Counseling departments for medical staff, nurses, and for patients
and for patients on the use of drugs. On the use of drugs. On the use of drugs. എഴുതാൻ പറ്റുന്നില്ലേ ചോദ്യം? Okay, next one. All dash should be in store, S-T-O-R-E, in store, in a secure area, in a secure area when they are not in use. When they are not in use. When they are not in use. Next one. Which of the following are the equipments needed? Are the equipments needed in hospital pharmacy? Which of the following are the equipments needed in hospital pharmacy? താഴെ ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരും. ഡ്രഗ് സ്റ്റോക്ക് കബേർഡ്, drug stock cupboard. Option B, narcotics safe. Narcotics safe. Narcotics വെക്കാൻ വേണ്ടിയിട്ടുള്ള safe. Narcotics safe. Option C, dispensing window. Dispensing window. Option D, all. Ella. Next one. അടുത്തത് എഴുതാം. 10 pharmacists. ഒരു അപ്പോസ്ട്രോഫി എസ് കൊടുക്കണം. Pharmacist. Sorry, apostrophe വേണ്ട, വെറും എസ് ആണ്. 10 pharmacistകൾ എന്നാണ്. 10 pharmacists are required for a bed strength up to dash. Next one. Who is the member secretary? Who is the member secretary in Drug and Therapeutic Committee? In Drug and Therapeutic Committee. Drug and Therapeutic Committee യുടെ member secretary ആരാണ് എന്നാണ് ചോദ്യം. Next one. അടുത്തത് ഏതാ? What is the qualification of pharmacist in drug distribution department? In
ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ചോദ്യം. നെക്സ്റ്റ് വൺ, orders for medicines, orders for medicines should be issued as soon as dash level is reached. Dash level is reached. As soon as dash level is reached. Next one. Dash of each batch sample. Dash of each batch sample. Dash of each batch sample has to be sent. Has to be sent to lab for quality testing. Send to lab for quality testing. Lab for quality testing. Question. A question. Last one. Dash of each batch sample. Dash of each batch sample has to be sent to lab. Send to lab for quality testing. To lab for quality testing. കിട്ടിയോ? ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ചാപ്റ്ററിൽ കുറച്ചെടുക്കാം. വാട്ട് ഈസ് EOQ? What is EOQ? What is EOQ? EOQന്റെ ഫുൾ ഫോം എന്താണ്? Economic order quantity. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ്. ഓക്കെ, നമ്മൾ ഏകദേശം പകുതി ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻസ് പേ ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസം എഴുതാം, അല്ലെങ്കിൽ അത് മാത്രമേ ഇത് നമ്മളധികം കൊടുക്കാതെ പോകും. നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ്, ഇത് കണ്ടോ, ഇതാണ് ചാപ്റ്ററിന്റെ പേര്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. കണ്ടാ സ്ക്രീനിൽ കാണണ്ടോ നോട്ട്? ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ചാപ്റ്റർ നമ്മൾ പുതിയൊരു ചാപ്റ്ററിൽ കിടക്കാണ്. അപ്പൊ നമ്മള് എത്ര എന്താ പറയുക, ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിചയപ്പെട്ടു. ആ ഹോസ്പിറ്റലിൽ നമ്മൾ പഠിച്ച ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു, എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും ചെയ്യുന്നത്. അതിന്റെ ഒരു ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ്, വളരെ ചുരുങ്ങിയ എന്താ പറയാ എക്സ്പ്ലനേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ ഡിപ്പാർട്ട്മെന്റും ഏതൊക്കെയാണ് ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെട്ടു. അതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റേയും ഇനി നമ്മൾ എന്താ പറയാ വളരെ ഇലാബറേറ്റ് ആയിട്ട്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ആയിട്ട് പഠിക്കാനുണ്ട് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. അതില് ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു, ഫാർമസി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഫാർമസി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. മരുന്നുകൾ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോ അത് എന്താ പറയാ ഒരു ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കണം. അവിടെ ഫാർമസി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കണം. പിന്നെ അവിടെ എന്തൊക്കെയാണ് ഫാർമസിസ്റ്റുകൾ ആരൊക്കെയാണ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് അവർക്കുണ്ട്, ഒരു ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളുടെ ആ ഒരു ലെവൽ അനുസരിച്ച് അവരെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫാർമസിനെ കുറിച്ച് പഠിച്ചത്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നഴ്സിംഗ് എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. അതാദ്യം പറയാം, എന്നിട്ട് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോയി. എന്താണ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ? നഴ്സിംഗ് എന്ന് കേട്ടാൽ നമുക്ക് എന്താ അറിയാം? ഇറ്റ്സ് എ പ്രൊഫഷൻ ഓർ പ്രാക്ടീസ്, ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു തൊഴിലാണ്. ഒരു തൊഴിലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് കെയർ ഫോർ ദ സിക്ക് ഓർ ഇൻഫേം. അതായത് വയ്യാത്തവർക്ക് അല്ലെങ്കിൽ ഇൻഫേം ആയവർക്ക്. ഫേമിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫേം. ഫേം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേബിൾ, ഭയങ്കര എന്താ പറയാ, സ്വന്തമായിട്ട് സ്വന്തം എന്താ പറയാ ആരോഗ്യപരമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ ഒരു ഇതായിട്ട് പറഞ്ഞു അല്ലെ. സ്വന്തം കാലിൽ നിൽക്കാന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് സഫിഷ്യന്റ് ആകുക എന്നർത്ഥം. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിയുക എന്നാണ്. പക്ഷെ നമ്മൾ അല്ലാതെ തന്നെ അതിന്റെ എന്താ പറയുക, അതിന്റെ മീനിങ്ങോടുകൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ എഴുതിയിരിക്കുന്ന മീനിങ്ങോടുകൂടി എടുക്കുകയാണെങ്കിൽ എന്താ പറയാ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റുക. അതായത് ആരോഗ്യപരമായിട്ടുള്ള നിൽപ്പാണ് ഉദ്ദേശിച്ചേക്കുന്നത്. മനസ്സിലായിട്ടോ? അതായത് ഹെൽത്ത് ഫിസിക്കൽ ആയിട്ടുള്ള നിൽപ്പാണ്. അപ്പൊ വളരെ ഇൻഫേം ആയിട്ട് നിൽക്കുന്നവരെ, സിക്ക് ആയിട്ടുള്ളവരെ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവരെയൊക്കെ അവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നഴ്സിംഗ് എന്ന് വിളിക്കുക. അപ്പൊ നഴ്സിംഗ് ഇസ് എ പ്രൊഫഷൻ ഓർ പ്രാക്ടീസ് ഹു പ്രൊവൈഡ്സ് ആർ പ്രൊവൈഡിങ് കെയർ ഫോർ ദ സിക്ക് ആൻഡ് ഇൻഫേം. വയ്യാത്തവർക്ക്, ഇൻഫേം ആയവർക്ക്, രോഗികളായി കിടക്കുന്നവർക്ക്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക്, ഫിസിക്കൽ കണ്ടീഷൻ മോശമായവർക്ക്, അങ്ങനെയുള്ളവർക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുക, അവരെ കെയർ ചെയ്യുക എന്നുള്ളത് ഒരു തൊഴിലായി ഏറ്റെടുക്കുന്ന ആ ഒരു വിഭാഗമാണ് നഴ്സിംഗ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ആണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ നഴ്സ് എന്നും വിളിക്കും. ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നവരെ നമ്മൾ നഴ്സ് എന്ന് വിളിക്കും. ആ ഒരു പ്രൊഫഷനെ നമ്മൾ നഴ്സിംഗ് എന്ന് വിളിക്കും അല്ലെ. അതിനകത്ത് എന്തൊക്കെ വരും? ആ ഒരു നഴ്സിംഗിനകത്ത് എന്തൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്. ആരോഗ്യത്തെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുക. പിന്നെന്താ? പ്രിവെൻഷൻ ഓഫ് ഇൽനെസ്, രോഗത്തെ ഇല്ലാതാക്കുക, തടയുക. കെയറിംഗ് ഓഫ് ഇൽ, വയ്യാത്തവരെ ശുശ്രൂഷിക്കുക. പിന്നെന്താണ് പറയാ? ഡിസേബിൾഡ് ദ ഡൈയിങ് പീപ്പിൾ. മാത്രമല്ല ഇല്ല് മാത്രമല്ല, വയ്യാത്തവർക്കും ഡിസേബിൾഡ് ആയവരെയൊക്കെ പരിചരിക്കുക. മാത്രമല്ല ഡൈയിങ് പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുക. അത് മരിക്കാൻ കിടക്കുന്നവരെ, മരണാസന്നരായി കിടക്കുന്നവരെ നോക്കുക, ശുശ്രൂഷിക്കുക, പരിപാലിക്കുക എന്നതൊക്കെയാണ് ഈ പറയുന്ന നഴ്സിംഗിൽ ഉൾപ്പെടുന്നത്. നഴ്സിംഗിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ഇൽനെസ്സിനെ തടയുക, ഇല്ലായവർക്കും അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയവരെയും കെയർ ചെയ്യുക, മാത്രമല്ല ഡൈയിങ് പീപ്പിളിനെയും കെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നഴ്സിംഗിൽ അതൊക്കെയാണ് പെടുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താണ്. നഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ പ്രൊഫഷൻ ദാറ്റ് ഓഫേഴ്സ് സർവീസസ്. പലതരത്തിലുള്ള ഹെൽത്ത് കെയർ സേവനങ്ങൾ കൊടുക്കുന്ന, അതായത് ആളുകളുടെ വെൽബീയിങ്, അതായത് മനുഷ്യരൊക്കെ നല്ല സ്വസ്ഥമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അത്തരം സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ആ ഒരു പ്രൊഫഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നഴ്സിംഗ് എന്ന് വിളിക്കുക അല്ലെ. മനുഷ്യരൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ വെൽബീയിങ്, ആളുകളുടെ ആരോഗ്യം നല്ല രീതിയിൽ ആകുന്ന രീതിയിൽ അവരെയൊക്കെ എന്താ പറയാ ആക്കുന്ന ഒരു പ്രൊഫഷനെയാണ് നമ്മൾ, അങ്ങനെയുള്ള സേവനങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൊഫഷനെയാണ് നമ്മൾ നഴ്സിംഗ് എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? അപ്പൊ നഴ്സിംഗിൽ നിന്നും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇത്തിരി ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് ദ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. അതായത് ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്, ഒരു ഹെൽത്ത് കെയർ സിറ്റുവേഷനിൽ, ചുറ്റുപാടില് വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ എൻവയോൺമെന്റില് എന്താ പറയുക, ഒരു ലീഡർഷിപ്പ് ഒരു പൊസിഷൻ ഏറ്റെടുക്കുക എന്നതാണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥാക്കുന്നത്. അത് നഴ്സിംഗിനെ അഡ്മിനിസ്റ്റർ ചെയ്യുക. നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നഴ്സിംഗ് സേവനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ നഴ്സ് എന്ന് വിളിക്കുക. നഴ്സസിനെയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ ഉണ്ടാകുക. ഒരുപാട് നഴ്സുകൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവരെയൊക്കെ നേരായ രീതിയിൽ അവരൊക്കെ അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടോ? അവരൊക്കെ അവരുടെ രീതിയിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികളാണോ ചെയ്യുന്നത്? കറക്റ്റ് ടൈമിൽ അവർ ഡ്യൂട്ടിക്ക് കയറുന്നുണ്ടോ? അവരുടെ ഡ്യൂട്ടി ടൈം എത്രയാണ്? ഇതൊക്കെ അറിഞ്ഞ് അവരെയൊക്കെ അവരവരുടെ ജോലിയിൽ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ലീഡർഷിപ്പ് പൊസിഷനെയാണ് നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നഴ്സിംഗ് ഈസ് ഡിഫറെന്റ്. അത് നഴ്സിംഗ് എന്ന് പറയുന്നതും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒന്നും തന്നെയല്ല. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. അത് നമ്മൾ ആളുകളെ എന്താ പറയാ ശുശ്രൂഷിക്കുക, വയ്യാത്തവരെയും രോഗികളായി കിടക്കുന്നവരെയും മരണത്തിലേക്ക് എന്താ പറയാ മരണാസന്നരായി കിടക്കുന്നവരെയൊക്കെ നോക്കുന്ന, പരിപാലിക്കുന്ന ഒരു ജോലി, ഒരു തൊഴിലിനെയാണ് നമ്മൾ നഴ്സിംഗ് എന്ന് വിളിക്കുക.
അത് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പോൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് പൊസിഷനാണ്. ഇത് മറ്റ് നഴ്സുകളെയൊക്കെ ഇത്തരം ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന നഴ്സസിനെയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് പൊസിഷനെയാണ് നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് രണ്ടും തമ്മിൽ ക്ലാഷ് ആവോ? രണ്ടും രണ്ടല്ലേ? ആണോ? പറഞ്ഞേ അശ്വിനി പറഞ്ഞേ. രണ്ടും ഒന്ന് തന്നെയാണോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഒന്നാണോ? അല്ല. അല്ല. ബോത്ത് ആർ ഡിഫറെന്റ് അല്ലെ? രണ്ടും വ്യത്യസ്തം തന്നെയാണ്. അപ്പൊ ഈ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന എല്ലാ എന്താ പറയാ സംരംഭങ്ങളിലും ഓർഗനൈസേഷനിലും ഹോസ്പിറ്റലിൽ മാത്രമല്ല പല സംരംഭങ്ങളും പലതരത്തിലുള്ള ബിസിനസ് പ്രോജക്ടുകളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ബിസിനസ്സുകളിൽ എല്ലാവർക്കും തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നഴ്സിംഗിനെ സംബന്ധിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പീപ്പിൾ. അപ്പൊ ചിലപ്പോൾ ഒരാളായിരിക്കില്ല, ഒന്നിലധികം ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ദോസ് ഹു ആർ ഇൻ ചാർജ് ഓഫ് മേക്കിംഗ് ആൻഡ് അപ്ലൈങ് ലോസ് ആൻഡ് നോംസ്. അതായത് ഒരു ഹോസ്പിറ്റലില് അവർക്ക് കൊടുക്കുന്ന ഓരോ ആളുകൾക്കും കൊടുക്കുന്ന ജോലികളൊക്കെ അവര് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ അക്കോർഡിംഗ് ടു ദ ലോസ് ആൻഡ് നോംസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പരിധിയിലുള്ള നിയമങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വിധേയരായിട്ട് അവര് ആ നിയമം കൊണ്ടുവരാം. അതായത് നഴ്സുമാർ ഇന്ന രീതിയിൽ ഇത്ര സമയത്താണ് നിങ്ങൾ ഡ്യൂട്ടി കയറേണ്ടത്, നിങ്ങളുടെ ടൈം ഇന്ന സമയം തുടങ്ങി ഇന്ന സമയം വരെയാണ് ഒരാളുടെ ടൈം അലോട്ട് ചെയ്ത് കൊടുത്തു. ആ ആള് കൃത്യമായിട്ട് ആ ജോലിയിൽ പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അല്ലെ? അപ്പൊ ഓരോ നിയമങ്ങൾക്കനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ജോലികളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ അവരെയൊക്കെ നോക്കാനും അവരെയൊക്കെ ആ ടാസ്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ടാസ്കുകളൊക്കെ എന്താ പറയാ ക്ലാസിഫൈ ചെയ്തൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ എന്താ പറയാ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കളക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുക. അപ്പൊ അവരത് ചെയ്യുമ്പോൾ അത് അഡ്മിനിസ്ട്രേഷൻ ആയി അത് നല്ല രീതിയിൽ ഭരിച്ചു കൊണ്ടുപോകുക. ഇതിന് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവിടെ നടക്കുന്ന ടാസ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ടാസ്ക് ആണ് ഒന്ന് സ്റ്റാഫിംഗ് പ്രോസസ്. രണ്ട് കാര്യങ്ങളാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ. ഒന്ന് സ്റ്റാഫിംഗ്, മറ്റൊന്ന് സ്റ്റാഫിംഗ് പ്രോസസ്സ്. സ്റ്റാഫിംഗ് തീരുന്നിടത്ത് സ്റ്റാഫിംഗ് പ്രോസസ്സ് ആരംഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സ്ഥാപനത്തിലായാലും സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജോലിക്ക് എന്താ പറയാ ആളുകൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുക്കുമല്ലോ, അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ തൊഴിലിനോടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അവരെ ഒരു പുതിയ എന്താ പറയാ മറ്റുള്ള പേഷ്യൻസുമായി അവിടെയുള്ള ജോലിക്കാരുമായിട്ട് എങ്ങനെ ഇടപഴകും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസും റിലേഷൻഷിപ്സും ഒക്കെ മനസ്സിലാക്കി കൊടുത്ത് കണ്ടുപിടിച്ച ആളുകളെ നിയമിക്കുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അവിടെ ആളുകളെ കണ്ടെത്താൻ ആളുകൾ ആരൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ജോലിക്കാർ ആപ്ലിക്കേഷൻ തരുന്നത്, ആ ആപ്ലിക്കേഷൻസിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ളവരെ തെരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുത്ത് അവരെ നമ്മളുടെ ഹോസ്പിറ്റലിലെ മറ്റ് എംപ്ലോയീസുമായിട്ട് അവരെങ്ങനെ ഇടകിച്ചേർന്ന് അവര് ഒരു ബന്ധത്തിലൂടെ എങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ സേവനങ്ങളൊക്കെ ഇവിടെ ചെയ്തു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് വിളിക്കുക? സ്റ്റാഫിംഗ് എന്ന് വിളിക്കുക. ഇനി ഈ സ്റ്റാഫിംഗ് പ്രോസസ്സും നേരത്തെ നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും പറഞ്ഞതുപോലെ ഡിഫറെന്റ് ആണ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എവിടെയാണ് സ്റ്റാഫിംഗ് നിന്നത് അവസാനിച്ചത് അവിടെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് ഇങ്ങോട്ട് ആരംഭിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിങ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലിക്കാരെ നമ്മൾ സെലക്ഷൻസ് നടത്തി ഇന്ന ആൾക്കാരെയൊക്കെ നമുക്ക് എന്താ പറയാ അപ്പോയിന്റ് ചെയ്യാം എന്നുള്ള നമ്മൾ സെലക്ഷൻസ് ഒക്കെ നടത്തി. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിട്ടുകളഞ്ഞു. വേണ്ടാത്ത ആൾക്കാരെയൊക്കെ നമ്മുടെ ഓർഗനൈസേഷന് പറ്റിയവരെല്ലാം നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിന് യോജിക്കുന്ന ആൾക്കാരെല്ലാം എന്ന് വെച്ചാൽ അവരെയൊക്കെ വിട്ടു, ബാക്കിയുള്ളവരെ സെലക്ട് ചെയ്തു. ഈ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് സ്റ്റാഫിംഗ് ആണ്. എന്നിട്ട് മാത്രമല്ല അവരെ ഇവിടുത്തെ നമ്മുടെ ഈ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇവിടുത്തെ ജോലിക്കാരും ഒക്കെ അവര് എങ്ങനെയാണ് എന്താ പറയാ അവരൊരു ബന്ധം സ്ഥാപിച്ച റിലേഷൻഷിപ്പിലൂടെ അവരെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് റൈറ്റ് പീപ്പിളിനെ റൈറ്റ് പൊസിഷനിൽ അലോട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നഴ്സുമാരെ ഇപ്പൊ കുറെ നഴ്സുമാരെ നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അതില് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ശരിക്ക് അവരുടെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് അവരെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ. ഇപ്പൊ ഒരു കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാളെ കൊണ്ടുവന്നിട്ട് കോമൺ ആയിട്ടുള്ള നഴ്സിംഗ് പ്രൊസീജിയർ ഒക്കെ നടത്തുന്ന ആളുകളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് അവരെ അവിടെ അപ്പോയിന്റ് ചെയ്തു.
എന്നാൽ കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ ടെക്നിക്കൽ മെഷീൻസും മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കേണ്ട ഓപ്പറേറ്റ് ചെയ്യിക്കേണ്ട സ്ഥലത്ത് സാധാ ഒരു നേഴ്സിനെ കൊണ്ടത് അപ്പോയിന്റ് ചെയ്തു. അതൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് ഓഫ് ഡ്യൂട്ടി അല്ല അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് റൈറ്റ് പേഴ്സണിനെ റൈറ്റ് സ്ഥലത്ത് തന്നെ റൈറ്റ് പൊസിഷനിൽ അലോട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് പ്രോസസ്. അപ്പൊ സാധാരണ BSc നഴ്സിംഗ് പഠിച്ചവരെയാണെങ്കിൽ എവിടെ വേണമെങ്കിലും, അതായത് ഇപ്പൊ പേഷ്യൻസിനെ സാധാരണ രോഗങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസിനെ നോക്കുന്നിടത്തോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ വെറുതെ കുറച്ചൊക്കെ അവരെ അലോട്ട് ചെയ്യാം. അതായത് കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഹാർട്ടിന്റെ ചിലപ്പോ എന്താ പറയാ നമ്മളുടെ മെഷീൻസിലൊക്കെ അവിടുത്തെ മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, എക്കോ കാർഡിയോഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അത് പഠിച്ച അല്ലെങ്കിൽ അത് ടെക്നിക്കലായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ച ടെക്നീഷ്യൻസ് ഓൾറെഡി അത് പഠിച്ചിറങ്ങിയവരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ അവിടെ അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെ റൈറ്റ് പേഴ്സൺസിനെ റൈറ്റ് പൊസിഷനിൽ അലോട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുക നമ്മള് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് വേറെ, സ്റ്റാഫിംഗ് പ്രോസസ് വേറെ. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് നിലവിലുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് നമുക്ക് വേണ്ട ആളുകളെ തെരഞ്ഞെടുക്കുക. ഭയങ്കര സെലക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻസ് മറ്റ് ഇന്റർവ്യൂസിലൂടെയൊക്കെ അവർ സെലക്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഫ്യൂച്ചർ എംപ്ലോയീസിന് അവിടെയുള്ള ഇപ്പൊ ഉള്ളതും വരാനിരിക്കുന്ന എംപ്ലോയീസുമായിട്ട് എങ്ങനെ അവിടെ റിലേറ്റഡ് ആയിട്ട് അവരൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ജോലി ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് റൈറ്റ് പേഴ്സണിനെ റൈറ്റ് പൊസിഷനിൽ അവർക്ക് അലോട്ട് ചെയ്ത് അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് ഐഡന്റിഫൈങ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ. ഏതൊക്കെ തരത്തിലുള്ള നഴ്സിംഗ് ആണ്, എങ്ങനെയുള്ള നഴ്സിംഗ് കെയർ ആണ് വേണ്ടത് ഒരു പേഷ്യന്റിന്. ഒരു പേഷ്യന്റിന്റെ അടുത്ത് ചെന്നു, ആ പേഷ്യന്റിന് ഏത് തരത്തിലുള്ള നഴ്സിംഗ് കെയർ ആണ് ആവശ്യം, അതനുസരിച്ചുള്ള നഴ്സിംഗാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കാൻ അറിയുന്നവരെയാണ് ഹാർട്ട് പേഷ്യൻസിന്റെ അടുത്ത് കെയറിങ്ങിന് വേണ്ടി കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം ടൈപ്പും എമൗണ്ട് ഓഫ് കെയർ, എത്രത്തോളം കെയർ കൊടുക്കണം, എന്ത് ടൈപ്പ് ഓഫ് കെയർ ആണ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങൾ അനുസരിച്ച് വേണം സ്റ്റാഫിംഗ് പ്രോസസ് നടത്താൻ. മാത്രമല്ല സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിംഗ് പേഴ്സണൽ ഫ്രം ദ ഒബ്റ്റൈനബിൾ ആപ്ലിക്കൻസ്. അവിടെയുള്ള അവരുടെ കയ്യിൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടോ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്യണം. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് അപ്പോയിന്റ് നടത്തുക എന്നുള്ളതും സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കണേ. എന്തൊക്കെയാണ്? ഐഡന്റിഫൈങ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് പേഷ്യന്റ് കെയർ ടു ബി ഗിവൺ. പേഷ്യന്റിന് കൊടുക്കേണ്ട കെയറിങ് ഏത് രീതിയിലുള്ളതാണ്, എത്ര തരത്തിലുള്ളതാണ്, എങ്ങനെയുള്ള കെയറിംഗ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതും. മാത്രമല്ല സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിംഗ് പേഴ്സണൽ ഫ്രം ദ അവൈലബിൾ അല്ലെങ്കിൽ ഒബ്റ്റൈനബിൾ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കൻസ്. നിലവിലുള്ള കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കൻസിൽ നിന്ന് അവിടെ സെലക്ഷൻസ് നടത്തുക, അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. എന്താന്ന് ക്ലിയർ ആയോ? സ്റ്റാഫിംഗ് പ്രോസസ്സും ക്ലിയർ ആയി. അപ്പൊ അവിടെ വരുന്ന ആ രണ്ട് പാരഗ്രാഫ് വേഗം വായിച്ചു നോക്കിയേ. ആ ഇൻട്രൊഡക്ഷൻ തുടങ്ങി സ്റ്റാഫിംഗ് പ്രോസസ് തീരുന്നിടത്തോളം വരുന്ന വേഗം വായിച്ചു നോക്ക്. ഹലോ, എന്ന് പറഞ്ഞോ അപർണ? ഇല്ല. ഇല്ല. വായിച്ചോ? വായിച്ചു. അപ്പൊ അടുത്തൊരു കുഞ്ഞു ഭാഗം കൂടി നമുക്ക് നോക്കാം. സ്റ്റാഫിംഗ്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാഫിംഗിന്റെ പ്രോസസ്സില് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. രണ്ട് ഇൻഡിപെൻഡന്റ് ആക്ഷൻസ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. എന്തൊക്കെയാണത്? ആ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ്?
ഒന്ന് റെക്കഗ്നൈസിങ് ഓർ ഐഡന്റിഫൈങ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന് ഏത് രീതിയിലുള്ളത്, എങ്ങനെയുള്ളത്, എത്രത്തോളം പേഷ്യന്റ് കെയർ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക. 2, സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം ദ അവൈലബിൾ ആപ്ലിക്കൻസ്. നിലവിലുള്ള ആപ്ലിക്കൻസിൽ നിന്ന് ശരിയായ രീതിയിലുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ 2 അപ്പോയിന്റുകളാണെന്നാണ് വീണ്ടും എടുത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ 2 ഇൻഡിപെൻഡന്റ് ആക്ഷൻസ് ആണ് സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതുള്ളത്. അത് മറക്കേണ്ട 2 പോയിന്റുകൾ ഏതാണ്. ഇനി അടുത്തത് എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിമിലെ, അതായത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം, അത് 3 പ്രധാന കാര്യങ്ങളിൽ, 3 ബേസിക് എലമെന്റ്സിൽ ബേസ്ഡ് ആണ്. ആ 3 ബേസിക് എലമെന്റ്സ് ആണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിമിന്റെ 3 ബേസിക് എലമെന്റ്സ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഒന്ന്, ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസസ്. നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആ ഒരു ഗ്രൂപ്പ് കണ്ടെത്തേണ്ടത് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സേവനമാണ് തങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള കെയറിങ് കൊടുത്താലേ വീണ്ടും വീണ്ടും പേഷ്യൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന കെയറിങ് മോശമാണെങ്കിലോ, എത്രത്തോളം പൈസ കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അവിടെ ഫീസ് കുറവാണ്, അവിടെ അങ്ങനെ മരുന്നിന് വില കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന കെയർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അവിടെ കൊടുക്കുന്ന ഹൈ ക്വാളിറ്റി കെയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ അത് ബേസിക് എലമെന്റ് ആണ് ഏതിന്റെ നഴ്സിംഗ് കെയർ അഡ്മിനിസ്ട്രേഷന്റെ എയിമില്, അതിന്റെ ആ ലക്ഷ്യത്തിന്റെ 3 പ്രധാനപ്പെട്ട എലമെന്റുകളിൽ, ഘടകങ്ങളിൽ ഒന്നാമത്തേതാണ് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസസ്. രണ്ടാമത്തേത് എന്താണ്? സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ചാൻസ് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽ ആൻഡ് നോളജ്. അതായത് ഈ ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താ പറയാ, പേഷ്യൻസിന് കെയറിങ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഹൈ ക്വാളിറ്റി കെയർ തന്നെ കൊടുക്കണം ആളുകൾക്ക്, എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും പേഷ്യൻസിനെ ക്യാൻവാസ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ അപ്പൊ അത് കൊടുക്കുന്നത് ആരാ? നഴ്സുമാരാണല്ലോ. അവരാണത് ചെയ്യുന്നത്. വളരെ കൃത്യതയോടുകൂടി തന്റെ മുൻപിൽ കിടക്കുന്ന ഓരോ പേഷ്യൻസും തന്റെ പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാണ് കെയറിങ് കൊടുക്കേണ്ടത് അല്ലെ. ഇത് വല്ലോന്റെ അച്ഛനല്ലേ, വല്ലോന്റെ അമ്മയല്ലേ, വല്ലോന്റെ ഭർത്താവല്ലേ, വല്ലോന്റെ കൊച്ചല്ലേ എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കെയർ ആ രീതിയിലായിരിക്കും. പക്ഷെ ഇത് എന്റേതാണ്, എന്റെ സ്വന്തം എന്ന് വിചാരിച്ചുള്ള കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ദേ വിൽ പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി കെയർ. അത് എന്റെ ആണെങ്കിൽ എനിക്ക് നന്നായി കെയർ ചെയ്താലേ പറ്റുള്ളൂ, തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ചെറിയ രോഗമായിട്ട് വരുന്ന ആളുകളെയും ഹൈ ക്വാളിറ്റി കെയർ കൊടുത്താണ് പേഷ്യൻസിനെ അവര് പിടിച്ചു നിർത്തേണ്ടത് വീണ്ടും അങ്ങോട്ടേക്ക് വരണമെങ്കിൽ. ഇനി അത് കൊടുക്കുന്നത് നഴ്സുമാരാണ്. അപ്പൊ നഴ്സുമാര് അത് കൊടുക്കണമെങ്കിൽ അവർക്ക് അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിലായിരിക്കണം. ഞാനിപ്പോ എന്റെ ജോലി ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്റെ അറ്റ്മോസ്ഫിയർ, എന്റെ എൻവയോൺമെന്റ് എനിക്ക് പോസിറ്റീവ് അല്ല എങ്കിൽ, നെഗറ്റീവ് എൻവയോൺമെന്റിൽ ഇരുന്ന് എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റില്ല അല്ലെ. എനിക്ക് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നവരുടെ പ്രസ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ മോശമായ പെരുമാറ്റമോ അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളതൊന്നുമില്ല, എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഐ കനോട്ട് ഗിവ് മച്ച് അല്ലെ. എനിക്ക് നിങ്ങൾക്ക് അധികം ക്ലാസ്സുകളിലൂടെ എന്റെ പരമാവധി ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ആർക്ക്? നഴ്സുമാർക്ക്. അതിൽ നിന്ന് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ എന്തായി, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, അത് എനിക്കും കൂടി സാറ്റിസ്ഫൈഡ് ആവണം. അപ്പൊ എന്റെ ചുറ്റുപാട് നന്നായാലും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ഐ ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ് ഫ്രം മൈ എൻവയോൺമെന്റ്. എന്റെ ചുറ്റുപാടിൽ നിന്ന് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, വേണ്ടേ? അപ്പൊ അത് മാത്രമല്ല, അങ്ങനെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനിലൂടെ ഐ ക്യാൻ ഇംപ്രൂവ് മൈ നോളജ് ആൻഡ് സ്കിൽ. നമ്മള് ഓരോ ദിവസവും നമ്മൾ ഓരോ നിമിഷവും ഓരോ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റുഡന്റുമാണ് ആൻഡ് ഓൾസോ ടീച്ചറാണ്. നമ്മൾ എല്ലാവരും തന്നെ, ഞാൻ എങ്ങനെ നമ്മള് ടീച്ചറാണ് ആൻഡ് ഓൾസോ ഐ എം എ സ്റ്റുഡന്റ്. ഞാൻ എപ്പോഴും ഒരു സ്റ്റുഡന്റുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അറ്റം വരെ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഏത് നിമിഷവും നമ്മൾ ആരായിരിക്കും? ഒരേ സമയം 2 ആക്ഷൻസ് ആണ് അല്ലെങ്കിൽ 2 ആക്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ എന്ന രീതിയിലും ഒരു ടീച്ചറിന്റെ എന്ന രീതിയിലും അല്ലെ. ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ലാത്ത നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ വി ആർ ആസ് എ സ്റ്റുഡന്റ്, നമ്മളൊരു കുട്ടികളെ പോലെയും. എന്നാൽ നമുക്കറിവുള്ള കാര്യം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഐ എം എ ടീച്ചർ അല്ലെ. ഞാൻ ആക്ട് ആസ് എ ടീച്ചറാണ്, ഞാൻ ടീച്ചറായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ മരണം വരെ ഈ ഒരു കാര്യം മാറുന്നില്ല.
ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റുഡന്റ് ആണ്. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിവായി പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ ടീച്ചറുമാണ്. നമ്മളല്ലെങ്കിൽ അയ്യോ നിങ്ങൾ എന്താ ചെയ്യുന്നത് ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് സ്വയം പറയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലൊക്കെ തെറ്റുകൾ തിരുത്തുമ്പോഴോ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോഴൊക്കെ ടീച്ചറാണ്. അപ്പൊ ഇവിടെ ഒരു ആൾക്ക് അയാളുടെ നോളജും അയാളുടെ സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനിലൂടെ കഴിയും. മനസ്സിലായോ? അപ്പൊ ഹൈ ക്വാളിറ്റി നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിമിന്റെ ബേസിക് എലമെന്റിൽ ഒന്നാണ്. രണ്ടാമത്തെ എയിം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ഒരു അടുക്കും ചിട്ടയും ഉള്ളതും എന്നാൽ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളതല്ല, ഒരു എന്താ പറയാ അയഞ്ഞ രീതിയിൽ. അപ്പൊ നഴ്സുമാരോടൊക്കെ അവരെ പെരുമാറുന്ന സമയത്ത് ഡോക്ടേഴ്സ് ആയാലും മറ്റ് സ്റ്റാഫുകളായാലും അവരോട് പെരുമാറുമ്പോൾ ഒരു എന്താ പറയാ ഒരു സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇന്നിപ്പോ ജോലിക്കൊന്നു എനിക്ക് ഇനി നാളെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തോന്നുന്നില്ല, കാരണം അവിടെയുള്ള എന്റെ കോ വർക്കേഴ്സോ അല്ലെങ്കിൽ എന്റെ സീനിയേഴ്സോ അല്ലെങ്കിൽ എനിക്ക് മുകളിൽ ടോപ്പ് ലെവലിലുള്ളവരോ എന്നോട് പെരുമാറുന്ന രീതി എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് അത് അവിടെ സഹിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല എന്നൊരു അവസ്ഥ വരരുത്. അവിടെ നമുക്ക് കിട്ടുന്ന ചുറ്റുപാട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം ഹോസ്പിറ്റൽസിൽ. ഉദ്ദേശിച്ചത് അതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആകണം. ആൻഡ് ഓൾസോ ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അവരുടെ പ്രവൃത്തിയിലോ അവരുടെ ഓരോ ദിവസത്തെ പ്രവൃത്തിയിലൂടെ അവരുടെ നോളജും സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെന്താണ് മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. അതായത് ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലൂടെ ഒരു കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ളതും ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് പാറ്റേൺ സർവീസസ്, അതായത് അവരുടെ നഴ്സിംഗ് കെയറിന്റെ ഒരു സർവീസസിന്റെ ഒരു പാറ്റേൺ അത് കൃത്യമായിട്ട് രീതിയിൽ എന്താ പറയുക വളരെ ഇക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിൽ മിതമായ രീതിയിൽ ഒരു മിത വ്യയത്തിൽ അവർക്ക് നടത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഫ്രൂഗൽ മാനർ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കൽ മാനർ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര കടുംപിടുത്തമൊക്കെ പിടിച്ചിട്ട് എന്താ പറയാ ജോലി ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതല്ല. നഴ്സിംഗ് കെയറിലൂടെ അതായത് നഴ്സിംഗ് കെയർ സർവീസസ് വളരെ എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും അവർ ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് പ്രോസസ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനേജർ, ഇപ്പൊ നമ്മുടെ മാനേജർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒരു രീതിയിൽ നമുക്ക് അങ്ങോട്ട് പറയാൻ പാടില്ല ഒന്നും, അവിടെ ഇങ്ങോട്ട് പറയുന്ന പോലെ റേഡിയോ പോലെ കേട്ടോളണം, അത് നടക്കില്ല അല്ലെ. അപ്പൊ അങ്ങോട്ടേക്കും നമുക്ക് പറയാൻ ഷെയർ ചെയ്യാൻ നമ്മളുടെ കാര്യങ്ങൾ കൂടി അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മാനേജ്മെന്റ് പ്രോസസ് ആണെങ്കിലോ അത് നല്ലതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ കമ്മ്യൂണിക്കേഷനിലൂടെ അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. അപ്പൊ ഇതും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിമിന്റെ ബേസിക് എലമെന്റിൽ പെട്ടതാണ്. ഈ 3 കാര്യങ്ങളാണ് ബേസിക് എലമെന്റ്സ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിമിൽ വരുന്ന 3 എലമെന്റുകൾ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇവിടെ വരെ നമ്മൾ ആ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിങ്ങിന്റെ തൊട്ട് മുകളിൽ ഭാഗം എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ 3 ബേസിക് എലമെന്റ്സ് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. ടാറ്റാ.